വെള്ളമൊന്നും ഒഴിക്കണ്ട. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അടിക്ക് പിടിക്കുന്ന തോന്നുന്നവർ ഒരു 2 സ്പൂൺ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ വെള്ളം ഇറച്ചിയുടെ തന്നെ ഇറങ്ങും. പിന്നെ നമ്മൾ കഴുകിയൊക്കെ കഴിയുമ്പോൾ അതിൽ വെള്ളം കുറച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് കുക്കറിൽ ഒരു 6 വിസിൽ മതി. 6 വിസിലിന് വേവിക്കാം. ഇപ്പം 6 വിസിലായിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് നോക്കി, ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ല. ഇച്ചിരി വെള്ളം ഇതിൽ ഏതാണ്ട് വന്നിട്ടുമുണ്ട്. അപ്പം അത് വെന്തിട്ടുണ്ട് ആവശ്യത്തിന്. കൂടുതൽ ഇച്ചിരി തണുത്തതിന് ശേഷം ഞാനിതുപോലെ ആദ്യം ഇങ്ങനെ കട്ടി കുറഞ്ഞ് വീതിയിൽ അരിഞ്ഞെടുത്തിട്ട് പിന്നെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് ഇതിലോട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മൾ ആദ്യം ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് രണ്ടാമത് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പുണ്ട്. അപ്പം ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണയിലോട്ട് ഇടാം. അതായത് വെളിച്ചെണ്ണയാണ് ഇത് പൊരിക്കാൻ എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിള വരുമ്പോൾ നമുക്കിത് ബീഫ് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും